എങ്ങനെയുണ്ട്? അടിപൊളി. താങ്ക് യു. എന്താണ് റെസ്പോൺസ് ഒക്കെ എങ്ങനെ? ഓ നല്ല റെസ്പോൺസ് വേണ്ടേ? താങ്ക് യു അവരോട് ചോദിക്കാം. അതാണ് നല്ലത്. എങ്ങനെയുണ്ട്? നിങ്ങൾ പറ, അടിപൊളിയല്ലേ? പ്രേക്ഷകരുടെ കൂടെ ഇരുന്ന് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി, ഭയങ്കര വൈബായിരുന്നു. നമ്മൾ റിവ്യൂ കണ്ടിരുന്നു, അതിനേക്കാളും നമുക്ക് കുറച്ചുകൂടി വൈബ് ഇത് ഫീൽ ചെയ്ത് തിയേറ്ററിൽ. എല്ലാവരും കാണാം, എൻ്റെ അഭിപ്രായം പറയാം. പടം ഒരു ഫുൾ കോമഡി എൻ്റർടൈനറാണ്. അതായത് നമുക്ക് ലാഗടിക്കാണ്ടിരുന്ന് കാണാൻ പറ്റുന്ന ഒരു പടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ പെർഫോമൻസ് പ്രത്യേകിച്ച് അതേപോലെ ബേസിൽ എല്ലാവരും നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ രണ്ടുപേരിൽ ആരെ കൂടുതലെന്ന് പറയാൻ പറ്റില്ല, കാരണം ഈക്വലായിട്ടാണ് രണ്ടുപേരും ചെയ്തിട്ടുണ്ട്. എന്തായാലും പടം അത് ഫുൾ കോമഡി എൻ്റർടൈനറായിട്ടാണ്. അത് വർക്കൗട്ട് ആയിട്ടുണ്ട്. ലാഗ് എനിക്ക് തോന്നിയില്ല. അതെ 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 മുതലാവും, കാശ് മുതലാവും. അങ്ങനെയാണ് പറയുന്നത്, കാശ് മുതലാവും. രാജോട്ടൻ കിട്ടില്ല, സൂപ്പർ ആട്ടോ, ഭയങ്കര വൻ പെർഫോമൻസ്. അഴിഞ്ഞാടി സെക്കൻഡ് ഹാഫ് അഴിഞ്ഞാട്ടോ. നല്ല വൈബായിട്ടുണ്ട്, രസമായിട്ടുണ്ട്. പിന്നെ കുറെ പേര്, സാഫ് ബോയ്, സിജു, ജോമോൻ കിട്ടിലും പെർഫോമൻസ്. ബേസിലും വൃത്തിയുള്ള കോമ്പിനേഷൻ നമ്മൾ വിചാരിച്ചത് അതിഗംഭീരമായി വന്നിട്ടുണ്ട്. കാരണം ബേസിലിൻ്റെ ഒരു സേഫ് സോണാണ് കോമഡി എന്ന് നമുക്കറിയാം. പക്ഷേ പൃഥ്വിരാജ് എത്രത്തോളം ഇതിൽ നമുക്കൊരു കറക്റ്റ് കാസ്റ്റാണ് എന്ന് തോന്നുന്നവരൊക്കെ ഞെട്ടിച്ചുകൊണ്ടുള്ള രാജേട്ടൻ്റെ അതിഗംഭീര പ്രകടനമാണ്. കാരണം ഇപ്പോൾ പറഞ്ഞുള്ളൂ, നമ്മൾ ഒരേ വർഷം തന്നെ തുടർന്ന് നമ്മൾ കാണുന്നത് സലാർ, ആടുജീവിതം, ഗുരുവായൂരമ്പലടയിൽ ഒന്നുമായിട്ടും ബന്ധമില്ല. ഒരു കംപ്ലീറ്റ് പാക്കേജായി പൃഥ്വിരാജ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അവസാനത്തെ ക്ലൈമാക്സിൽ എത്തുമ്പോഴുള്ള നന്ദനം റെഫറൻസൊക്കെ ചിരിച്ച് തലകുത്തി മറിയായിരുന്നു തിയേറ്റർ ആൾക്കാർ. അത്രയും കംപ്ലീറ്റ് കോമഡി എൻ്റർടൈനറാണ്, ഫാമിലി എൻ്റർടൈനറാണ്. ഏത് ജനറേഷനിലുള്ളവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നർമ്മ മുഹൂർത്തങ്ങൾ നിറഞ്ഞ, പാട്ടുകൾ നിറഞ്ഞ, ന്യൂജൻ കോമഡികൾ നിറഞ്ഞ, ആക്ഷൻ നിറഞ്ഞ, എല്ലാം കൊണ്ടും അടിപൊളി പാക്കേജായിട്ട് വന്നിരിക്കുന്ന ഒരു മസ്റ്റ് വാച്ച് മൂവിയായിട്ടാണ് ഗുരുവായൂരമ്പലമായിട്ട് വന്നിരിക്കുന്നത്. താങ്ക് യു. ഒരു നിവിൻ പോലെയാണ്, ഒരു സെലിബ്രേഷൻ പടമാണ്. എല്ലാവരും ഒരു കല്യാണം കൂടാൻ വരുന്നൊരു ഫീലിൽ വന്നിരുന്ന് കാണുക, എൻജോയ് ചെയ്ത് ചിരിച്ച് വീട്ടിൽ പോകാം, സന്തോഷം. അടിപൊളിയായിട്ടുണ്ട്. നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കോംബോ ആണല്ലോ അത്, പക്ഷേ ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. രാജുവേട്ടനെ നമ്മൾ ഇങ്ങനെ ഒരു കഥാപാത്രം ഒത്തിരി നാൾ കൂടി ആയിരിക്കും കാണുന്നത്, അതുകൊണ്ട് രസമുണ്ട്, എല്ലാം കൊണ്ടും ഇഷ്ടപ്പെട്ടു. വർക്കാണ് എനിക്ക് വർക്കാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് എനിക്ക് ഉറപ്പുമാണ്. എല്ലാവരും വന്ന് കാണണം പടം. എന്തോ പിന്നെ നമുക്ക് കൈയടിക്കാനുള്ള കുറേ ഒക്കെ അതിനകത്തുണ്ട്, അത് അടിക്കും. താങ്ക് യു. നമ്മുടെ പൃഥ്വിരാജ് സുകുമാരനും അതേപോലെ തന്നെ ബേസിൽ ജോസഫും കൂടെ ചേർന്നപ്പോൾ നല്ലൊരു കുടുംബചിത്രം കണ്ട ഒരു ഫീലായിരുന്നു. തുടക്കം മുതൽ അവസാനം വരെ ചിരിക്കാനുള്ള ഒരുപാട് അഭിനയ മുഹൂർത്തങ്ങളുള്ള ഒരു നല്ലൊരു ചിത്രം. അനശ്വരയും അതേപോലെ തന്നെ നിഖിലയും അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളും കൂടെ ചേർന്നപ്പോൾ മലയാളി പ്രേക്ഷകർക്ക് ഇരുകൈയും നീട്ടി സ്വീകരിക്കാനുള്ള ഒരുപാട് ഘടകങ്ങളുള്ള ഒരു കോമഡി ചിത്രം തന്നെയായിരുന്നു. തീർച്ചയായിട്ടും ഇനിയുള്ള ദിവസങ്ങൾ ഗുരുവായൂർ അമ്പലനടയിൽ എന്ന ചിത്രം ചർച്ച ചെയ്ത് തന്നെ വേണം. ഫുള്ളൊരു കോമഡി ത്രില്ലർ മൂവിയാണ്, ഫാമിലി എന്റർടൈനറാണ്. ഇഷ്ടപ്പെട്ടോ? ബേസിൽ നന്നായിട്ടുണ്ട്, രണ്ടുപേരും എല്ലാവരും നന്നായിട്ടുണ്ടായിരുന്നു. കൂടുതൽ വീഡിയോസിനായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.